നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഇന്ന് കിട്ടുന്ന ശരാശരി ലാഭം ഏകദേശം വെറും 5% വരുന്നുള്ളൂ. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. അതായത് ബാങ്കിൽ പൈസ ഇട്ടിരിക്കുന്ന ഒരാൾ ലാഭം ഉണ്ടാക്കുകയല്ല, സത്യത്തിൽ ആ വ്യക്തിയുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയാണ്. എവിടെ തുടങ്ങണം, ഏത് ഫണ്ട് തിരഞ്ഞെടുക്കണം, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരും. ഇതിനൊക്കെ ഒരു കണക്കുണ്ടോ? ശരിക്കു പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻ തീർക്കാൻ ലളിതമായ ഒരു വഴിയുണ്ട്. 6-4-2-1 റൂൾ. പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൃത്യത കൊണ്ടുവരാൻ ഇതിലും നല്ലൊരു വേറെ വഴിയില്ല. നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, അല്ലെങ്കിൽ കുട്ടികളുടെ കല്യാണം, അതുമല്ലെങ്കിൽ റിട്ടയർമെന്റ് കാലത്ത് ആരോടും കൈനീട്ടാതെ ജീവിക്കണം. ഇതിനൊക്കെ ഓരോരോ പ്ലാനുകൾ വേണം. ആ പ്ലാനിനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതാണ് ഈ 6-4-2-1 റൂൾ. ഇതിലെ ആദ്യത്തെ അക്കം 6 ആണ്. 6 വർഷം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു സമയപരിധിയാണിത്. ചുരുങ്ങിയത് 6 വർഷമെങ്കിലും കൈവശം വെക്കാൻ പറ്റുന്ന പണം മാത്രമേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റാവൂ. എന്തുകൊണ്ട് 6 വർഷം എന്നതായിരിക്കും എല്ലാവരുടെയും ചോദ്യം. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ്. തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യും. ചെറിയ കാലയളവിൽ നോക്കിയാൽ നമുക്ക് പേടി തോന്നും, പൈസ പോയല്ലോ എന്ന് തോന്നും. പക്ഷെ ഒരു 6 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ കയറ്റിറക്കങ്ങൾ എല്ലാം കടന്ന് അത് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ പണത്തിന് വളരാൻ സമയം കൊടുക്കണം. വിത്തിട്ട ഉടനെ മരം വളരണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ. അതുപോലെ തന്നെയാണിത്. നമ്മൾ 6 വർഷം എന്ന ഒരു ടൈം ഫ്രെയിം കൊടുക്കുമ്പോൾ വാല്യൂ കൂടാൻ കൃത്യമായ ഒരു അവസരം അവിടെ ഉണ്ടാകുകയാണ്. അടുത്തത് 4 ആണ്. 4 തരത്തിലുള്ള ഫണ്ടുകൾ. എന്റെ കയ്യിലുള്ള പണം മുഴുവൻ ഒരേ കൊട്ടയിൽ കൊണ്ടുപോയി ഇടരുത് എന്ന് പറയുന്നത് പോലെയാണിത്. വൈവിധ്യം അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ. അത് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ പ്രായോഗികമാക്കാം? 4 വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഫണ്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. 1, ഇൻഡെക്സ് ഫണ്ട്. മാർക്കറ്റിലെ ഏറ്റവും മികച്ച കമ്പനികൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതുപോലെ ഈ ഫണ്ടും നീങ്ങും. റിസ്ക് കുറഞ്ഞതും എന്നാൽ സ്റ്റേബിൾ ആയതുമായ ഒന്നാണിത്. രണ്ടാമത്തേത് നമുക്ക് മിഡ് ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളെ കുറിച്ച് ചിന്തിക്കാം. വളർന്നു വരുന്ന കമ്പനികളാണിവ. റിസ്ക് അല്പം കൂടുതലാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ല ലാഭം തരാൻ ഇതിന് ശേഷിയുണ്ട്. മൂന്നാമത്തേത് ഹൈബ്രിഡ് ഫണ്ടുകളാണ്. ഇതിൽ പകുതി ഷെയർ മാർക്കറ്റിലും പകുതി ഗോൾഡ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളിലും ആയിരിക്കും. മാർക്കറ്റ് ഇടിയുമ്പോൾ ഒരു സുരക്ഷാ കവചം പോലെ ഇത് വർക്ക് ചെയ്യും. നാലാമത്തേത് ഡെപ്റ്റ് ഫണ്ടുകൾ. പെട്ടെന്ന് പണം ആവശ്യമായി വന്നാൽ എടുക്കാൻ സാധിക്കുന്ന റിസ്ക് ഏറ്റവും കുറഞ്ഞ വിഭാഗം. ഈ 4 കാറ്റഗറികളിലായി പണം വിഭജിക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ കൂടുതൽ സുരക്ഷിതമാവുകയാണ് ചെയ്യുന്നത്. ഇനി 2 അക്കം. ഈ 2 അക്കത്തിനാണ് നമ്മുടെ സമാധാനം തീരുമാനിക്കാൻ കഴിയുക. വർഷത്തിൽ 2 തവണ മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ പരിശോധിക്കുക. അത്രമാത്രം. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ മ്യൂച്വൽ ഫണ്ട് ആപ്പ് തുറന്നു നോക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കുമുണ്ട്. ഇന്ന് എത്ര കൂടി, നാളെ എത്ര കുറയും, ഇതൊക്കെ വെറുതെ ടെൻഷൻ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ. മാർക്കറ്റിലെ ചെറിയ മാറ്റങ്ങൾ കണ്ട് പേടിച്ച് ഇൻവെസ്റ്റ്മെന്റ് നിർത്തിപ്പോകുന്നത് പരാജയപ്പെടുന്നവരാണ്. അതുകൊണ്ട് 6 മാസത്തിൽ ഒരിക്കൽ മാത്രം നോക്കുക. എന്റെ പണം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വളരുന്നുണ്ടോ, ഏതെങ്കിലും ഫണ്ട് മോശമായി പെർഫോം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ മാത്രം നോക്കിപ്പോയാൽ മതി. അനാവശ്യ പരിഭ്രാന്തി ഒഴിവാക്കാൻ ഈ 2 എന്ന നമ്പറിന് വലിയൊരു പങ്കുണ്ട്. അവസാനത്തെ അക്കം 1 ആണ്. ഒരു ലക്ഷ്യം, 1 ഗോൾ. നമ്മൾ എന്തിനാണ് ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? ആ ലക്ഷ്യം എപ്പോഴും വ്യക്തമായിരിക്കണം. അത് വീട് വെക്കാനാകാം, കാറ് വാങ്ങാനാകാം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിനാകാം. ഓരോ ലക്ഷ്യത്തിനും ഓരോ SIP തുടങ്ങുന്നതാണ് ബുദ്ധി. പലപ്പോഴും നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അതിൽ നിന്നെടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലോങ് ടൈം പ്ലാൻ തകരും. അതുകൊണ്ട് ഒരു ലക്ഷ്യം, അതിലേക്കൊരു കൃത്യമായ വഴി. ഇത് മനസ്സിൽ വെച്ചാൽ പണം വളരുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. സത്യം പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വലിയൊരു കടങ്കഥയൊന്നുമല്ല, അതൊരു ഡിസിപ്ലിനാണ്. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ പ്ലാനിങ്ങോടെ പണം മാറ്റിവെക്കുന്ന ഒരു രീതി. ഈ 6-4-2-1 റൂൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് പ്രായോഗികമാക്കി നോക്കൂ. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ പോയി പണം ഇടരുത്. ഓരോരുത്തരുടെയും സാമ്പത്തിക സാഹചര്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് പഠിച്ചു മാത്രം മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വീഡിയോയുടെ വിജയം. നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആക്കരുത്. പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം. അതിനുള്ള ഒരു തുടക്കം ഇതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുടെ നിർദ്ദേശം തേടുക.